ഇടയ്ക്കിടയ്ക്ക് ഒരുപാട് ഗെയിമൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ തന്നെ പിന്നെയും പിന്നെയും റിപ്പീറ്റ് ചെയ്ത് ഉണ്ടാക്കേണ്ടി വരാറുണ്ട്. ഉദാഹരണത്തിന് നമ്മൾ എപ്പോഴും സ്ക്രിപ്റ്റുകൾ ഒരു ഗെയിമിന് വേണ്ടി എഴുതും, അപ്പോൾ സ്ക്രിപ്റ്റിന് വേണ്ടി ഒരു ഫോൾഡർ ഉണ്ടാക്കും. അതുപോലെ കുറേ ചെറിയ ചെറിയ കാര്യങ്ങൾ. അപ്പോൾ അതൊക്കെ എപ്പോഴും ചെയ്യാൻ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ടെംപ്ലേറ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ടെംപ്ലേറ്റാണ് ഇവിടെ കാണിക്കുന്നത്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്കും യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിൽ ഹയറാർക്കിയിൽ ഞാൻ യൂസ് ചെയ്യുന്ന സ്ട്രക്ചർ ഇതാണ്. പ്ലെയർ എന്ന് പറഞ്ഞൊരു സംഭവം കൊടുക്കും. ഇതിൽ ശരിക്കും പറഞ്ഞാൽ പ്ലെയർ നിങ്ങൾക്ക് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. എല്ലാ ഗെയിമിലും ഒരു പ്ലെയർ കൺട്രോളർ ഉണ്ടാവും, ഒരു പ്ലെയർ വേണമെന്നുള്ള യാതൊരു നിർബന്ധവും ഇല്ല. എന്നാലും ഞാൻ ജസ്റ്റ് അതിൽ വെച്ചെന്നുള്ളൂ. പിന്നെ ഒരു കാര്യം, ഇത് ആൻഡ്രോയിഡിന് വേണ്ടിയിട്ട്, അതായത് മൊബൈൽ ഡെവലപ്മെൻറ്റിന് വേണ്ടി ഉണ്ടാക്കിയതാണ്. അതുപോലെ തന്നെ ഇതാണ് എൻ്റെ ലേഔട്ട്. ഇവിടെ ഇൻസ്പെക്ടർ, ഇവിടെ ഒരു ഹൈറാർക്കി ഇൻസ്പെക്ടറിന് ചേർന്ന് തന്നെ ഇരിക്കും. പിന്നെ എനിക്ക് ഈ വൺ കോളം ലേഔട്ടിലാണ് ഈ പ്രോജക്റ്റ് ടാബ് ഇഷ്ടം. ഈ കോൺസോൾ ഇവിടെ അടിയിൽ വരുന്നതാണ് ഇഷ്ടം. ഇവിടെ ശരിക്കും ഗെയിമിൻ്റെ 1080p പോർട്രേറ്റിലുള്ള ഒരു ഡിസ്പ്ലേയും പിന്നെ അവിടെ സീനും ഉണ്ടാവും. ഇത് ഇടയ്ക്ക് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഇട്ടിട്ട് സീൻ വലുതായിട്ട് യൂസ് ചെയ്യും. പക്ഷേ ഈ ഗെയിം ചില സമയങ്ങളിൽ നമുക്ക് ഗെയിമിനനുസരിച്ച് ടെസ്റ്റ് ചെയ്യേണ്ടി വരുമ്പോൾ അങ്ങനെ വെച്ച് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ഇപ്പോൾ ഈ പ്ലെയർ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ പ്ലെയറാണ് ഏറ്റവും കൂടുതൽ യൂസ്ലെസ് ആയിട്ടുള്ള ഇതിലത്തെ സംഭവം. കാരണം ഒരുപാട് ഗെയിമിൽ നമുക്ക് പ്ലെയറിന് ആവശ്യമില്ലാണ്ട് വരാറുണ്ട്. ടച്ച് ജസ്റ്റേഴ്സ് വെച്ചിട്ട് ജസ്റ്റ് ഗെയിം യൂസ് ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങളൊക്കെ വരാറുണ്ട്. പിന്നെ ഈ മാനേജർ എന്ന് പറഞ്ഞ സ്ക്രിപ്റ്റ് ഉണ്ട്, അതിൽ ഗെയിം മാനേജർ ഉണ്ട്. ഗെയിം മാനേജറിൽ ഒരു നോർമൽ ഗെയിം മാനേജർ എന്ന് പറഞ്ഞ സംഭവം, പിന്നെ ഒരു റെഫറൻസ് എന്ന് പറഞ്ഞ സംഭവം. ഈ റെഫറൻസ് എന്താ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഓരോ ഗെയിമും നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഇതിൽ ജസ്റ്റ് പബ്ലിക്കായിട്ടുള്ള അതിൻ്റെ റെഫറൻസുകൾ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇവിടുന്ന് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തിടാം. എന്നിട്ട് ഈ റെഫറൻസിൽ നിന്ന് ബാക്കിയുള്ള ഗെയിം ഒബ്ജക്റ്റിന് റെഫറൻസ് എടുക്കുക. അതായത് ഓരോ ഗെയിം ഒബ്ജക്റ്റിനും നമ്മളിങ്ങനെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് റെഫറൻസ് കൊടുക്കുന്നതിന് പകരം ഈ റെഫറൻസ് എന്ന് പറഞ്ഞ സ്ക്രിപ്റ്റ് ഒരു സെൻട്രൽ ഹബ്ബായിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ എല്ലാത്തിനും നമ്മൾ ആദ്യം ഇതിന് റെഫറൻസ് കൊടുക്കും. എന്നിട്ട് ഇതിൽ നിന്ന് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് വഴിയല്ല, ഗെയിം ഒബ്ജക്റ്റിന് ഒരു എന്താ പറയുക, സിംഗിൾട്ടൺ പാറ്റേണിൻ്റെ ഒരു റെഫറൻസ് ഉണ്ട്. ഒരു പബ്ലിക് സ്റ്റാറ്റിക് ആയിട്ട് ഇതിനെ തന്നെ റെഫറൻസ് ചെയ്യുന്ന ഒരു വേരിയബിൾ ഈ ഗെയിം മാനേജറുണ്ട്. ഈ ഗെയിം മാനേജറിന് അപ്പോൾ ഈ റെഫറൻസിൽ നമ്മൾ എല്ലാത്തിൻ്റെയും റെഫറൻസ് കൊടുക്കും. എന്നിട്ട് ഈ ഗെയിം മാനേജറിന് ഇതിൻ്റെ ഒരു റെഫറൻസ് ഉണ്ട്. എന്നിട്ട് വേറൊരു ഗെയിം ഒബ്ജക്റ്റിന് എവിടെയെങ്കിലും നമുക്ക് ഏതെങ്കിലും റെഫറൻസ് വേണമെങ്കിൽ ആദ്യം സിംഗിൾട്ടൺ വെച്ചിട്ട് ഗെയിം മാനേജറിനെ വിളിക്കും. എന്നിട്ട് ഗെയിം മാനേജറിൽ ഈ റെഫറൻസ് എന്ന് പറഞ്ഞ സ്ക്രിപ്റ്റിൻ്റെ റെഫറൻസ് ഉണ്ട്. എന്നിട്ട് ഈ റെഫറൻസ് സ്ക്രിപ്റ്റിലുള്ള ഓരോ റെഫറൻസിനെ നമുക്ക് ഇങ്ങനെ വിളിക്കാൻ പറ്റും. അതൊരു ചെറിയ ഗെയിമിനൊക്കെയാണ് യൂസ് ചെയ്യുക. കുറച്ചും കൂടി വലിയ ഗെയിംസ് ആണെങ്കിൽ ഓരോ മെയിൻ ഗെയിം ഒബ്ജക്റ്റിനും സെപ്പറേറ്റ് റെഫറൻസ് സ്ക്രിപ്റ്റുകൾ അത് റെഫറൻസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ മെയിൻ ഗെയിം ഒബ്ജക്റ്റിൽ ഓരോ ഗെയിം ഒബ്ജക്റ്റിനും അതിനാവശ്യമുള്ള സാധനങ്ങൾ മാത്രം കൊടുത്തിട്ട് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഈ ഇൻപുട്ട് എന്ന് പറഞ്ഞ സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഗെയിമിൻ്റെ ഇൻപുട്ടല്ല മെയിനായിട്ട്. ഇത് ചില ബേസിക് ആയിട്ടുള്ള കുറച്ച് ഫങ്ഷൻസാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഗെയിം ഉണ്ടാക്കുമ്പോൾ ഒരു കറൻസി സിസ്റ്റം ഉണ്ട്, ഒരു സ്റ്റോർ ഉണ്ട് നീക്കി നമ്മുടെ ഗെയിമിൽ. ഇപ്പോൾ നമുക്ക് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒരു $1000 ഒരു കാറ് നമ്മുടെ സ്റ്റോറിലുണ്ട്. പക്ഷെ നമ്മളിൽ ആകെ $10 ഉള്ളൂ ഗെയിം മണി. നമ്മൾ ജസ്റ്റ് കളിച്ച് അവിടെ എത്തുന്നേക്കാളും നല്ലത് കുറച്ച് ഷോർട്ട് കട്ടുകൾ ഇവിടെ ഉണ്ടാക്കി വെച്ചേക്കാം. അതായത് ഇവിടെ ഓൺ സ്പേസ് ഡൗൺ ഇവിടെ നമുക്ക് പ്ലസ് കൊടുത്തിട്ട് ഏതെങ്കിലും ഒരു സ്ക്രിപ്റ്റ് ഡ്രാഗ് ചെയ്ത് അവിടെ എന്ത് സംഭവിക്കണമെന്ന് നമുക്ക് ഇവിടെ കൊടുക്കാം. അതുപോലെ ഓരോ കുറച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് കൺട്രോൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. മൗസിൻ്റെ ക്ലിക്കും അതുപോലെ സ്പേസും അങ്ങനെയൊക്കെ കുറച്ച് കൊടുത്തിട്ടുണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ ഗെയിം റീസെറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുക, ഗെയിം ഉണ്ടാക്കണതിൻ്റെ ഇടയിൽ ടെസ്റ്റിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ നമുക്ക് റീസെറ്റ് ചെയ്യുന്ന ഒരു സ്ക്രിപ്റ്റ് വെച്ച് അത് ഡ്രാഗ് ആൻഡ് കൊടുത്ത് ജസ്റ്റ് ഇത് ചെയ്യാതെ, അതായത് നമുക്കൊരു എക്സ്ട്രാ ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കി അത് ഓരോ ഇതിനു വേണ്ടി എക്സ്ട്രാ സ്ക്രിപ്റ്റ് ഉണ്ടാക്കി നമ്മുടെ പ്രോജക്റ്റ് ആകെ വൃത്തിയേടാക്കേണ്ട ആവശ്യമില്ല. അതിനു വേണ്ടിയാണ് ചെയ്തേക്കണത്. ഇതേപോലെ തന്നെ ഗുണമുള്ള സാധനമാണ് ചീറ്റ് കോഡ്. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഒരു ഇൻപുട്ട് ബേസ് ചെയ്തിട്ടല്ല വർക്ക് ചെയ്യുക. പകരം നമ്മൾ വെറുതെ റൈറ്റ് ക്ലിക്ക് ചെയ്താൽ നമുക്കിവിടെ കൺട്രോൾ കിട്ടും. ഈ റീസെറ്റ് സേവ് ഡാറ്റ എന്നുള്ളത് ഇതിൻ്റെ കോണ്ടെക്സ്റ്റ് മെനുവിൽ വന്നതാണ്. അപ്പം അങ്ങനെ അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഈ ലൈൻ നമ്മുടെ കോഡിലുണ്ടെങ്കിൽ, അതായത് കോണ്ടെക്സ്റ്റ് മെനു എന്നിട്ടൊരു പേരുണ്ടെങ്കിൽ ഏത് ഫംഗ്ഷനാണോ അതിൻ്റെ അടിയിലുള്ളത് അത് നമുക്ക് റൈറ്റ് ക്ലിക്ക് അടിച്ചിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അവിടെ എന്തൊക്കെ ഉണ്ടെങ്കിലും റൈറ്റ് ക്ലിക്ക് അടിക്കുമ്പോൾ ഇവിടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞിട്ടൊരു സിമ്പിളായിട്ടുള്ള ഓഡിയോ മാനേജറും 2 ഓഡിയോ സോഴ്സും ഉണ്ട്. അത് ഓരോന്നും സാധാ ഒരു ഓഡിയോ മാനേജർ, വേറെ ഒന്നുമില്ല. ഒരു UI മാനേജറുണ്ട്, UI എലമെൻറ്റ്സിനൊക്കെ വർക്ക് ചെയ്യാൻ. പിന്നെ ഒരു ക്യാമറ മാനേജറുണ്ട്, ക്യാമറേനെ വർക്ക് ചെയ്യിപ്പിക്കാൻ. പിന്നെ സീൻ എന്ന് പറഞ്ഞ സെക്ഷനുണ്ട്,
അതിൽ മെയിൻ ക്യാമറയും ഡയറക്ഷണൽ ലൈറ്റും ഉണ്ട്. പിന്നെ ആർട്ട്, ഇതിന് ആർട്ട് എന്ന് വിളിക്കണോ വിഷ്വൽസ് എന്ന് വിളിക്കണോ എന്ന് എനിക്ക് എപ്പോഴും ഡൗട്ടാണ്. ഇപ്പോൾ തൽക്കാലം ആർട്ട് എന്നാണ് വിളിച്ചേക്കണം. അതിൽ എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞ സെക്ഷനിലായിരിക്കും ആ ഗെയിമിലത്തെ ഒബ്ജക്റ്റുകൾ സാധനങ്ങളൊക്കെ ഉണ്ടാവുക. പിന്നെ യു ഐയിൽ മെയിൻ ക്യാൻവസും ഉണ്ട്. മെയിൻ ക്യാൻവസിന് കൊടുത്ത് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചില സമയങ്ങളിൽ വേറെ ക്യാൻവസ് യൂസ് ചെയ്യേണ്ടി വരും. ചില പ്രത്യേക സാധനങ്ങൾ ഇപ്പോൾ നമുക്ക് ഗെയിമിൽ ലോഡ് ചെയ്യാണ്ട്, ഇപ്പോൾ അതൊരു ഗെയിമിനെ അപേക്ഷിച്ചിരിക്കും. പക്ഷേ എല്ലാ ഗെയിമിനും അത് അങ്ങനെ ഉണ്ടാവണമെന്നില്ല. അത് കാരണം ഒറ്റ ക്യാൻവസ് കൊടുത്തിരിക്കണുള്ളൂ. ഈ ക്യാൻവസിൽ ഞാൻ സ്ക്രീൻ സ്പേസ് ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ അത് നോർമലി അത് വേൾഡിലല്ല ഓവർലേയിലായിരിക്കും. ഞാൻ ക്യാമറയിൽ കൊടുക്കാനുള്ള മെയിനായിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ചില സമയങ്ങളിൽ നമുക്ക് ഇങ്ങനെ വരാറുണ്ട്, ചില 3D ഒബ്ജക്റ്റ് നമുക്ക് യു ഐയിൽ കാണിക്കണം. അത് മെയിൻ ക്യാമറയിൽ കാണാൻ പാടില്ല, യു ഐയിൽ മാത്രം കാണാൻ പാടുള്ളൂ. അത് യു ഐയുടെ മുമ്പിലും പിമ്പിലൊക്കെ ആയിട്ട് വരണം എന്ന് വിചാരിക്കുക. അത് നോർമലി ഓവർലേ വെച്ച് കാണാൻ പറ്റില്ല. പക്ഷെ അതിന് വേണ്ടിയാണ് ഈ ക്യാമറ വെച്ച് ചെയ്തേക്കണത്. അതിന് വേണ്ടി ഒരു എക്സ്ട്രാ ക്യാമറ ഉണ്ട് യു ഐക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് വർക്ക് ചെയ്യാൻ തന്നെ മെയിൻ ക്യാമറയിൽ സ്റ്റാക്കിൽ ഇവിടെ കണ്ട യു ഐ ക്യാമറേനെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ യു ഐ ക്യാമറ ഓവർലേ ആയിട്ട് വർക്ക് ചെയ്യും, അതേസമയത്ത് മെയിൻ ക്യാമറ ബേസ് ക്യാമറ ആയിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ അതാണ്. പിന്നെ അതുപോലെ തന്നെ സ്കെയിൽ വിത്ത് സ്ക്രീൻ സൈസ് ആക്കിയിട്ടുണ്ട്. ഒരു 1080p റെസൊല്യൂഷൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഇവൻറ്റ് സിസ്റ്റം, ഈവൻറ്റ്സുകളൊക്കെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ടെമ്പ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതായത് എനിക്ക് ടെമ്പററി ആയിട്ട് എന്തെങ്കിലുമൊക്കെ സാധനം ഇവിടെ ഞാൻ ജസ്റ്റ് ടെസ്റ്റിങ് പോലെ ഉണ്ടാക്കുകയാണെങ്കിൽ എനിക്ക് ടെമ്പിലേക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തിടാം. അത് പിന്നെ ടെമ്പിൽ ഇടുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഇതിൻ്റെ ചൈൽഡായി വരുന്ന സാധനമൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയാൻ പറ്റുന്നതാണ്. അടുത്തതായിട്ട് നമുക്ക് പ്രോജക്റ്റ് സ്ട്രക്ചർ നോക്കാം. അതിലിപ്പോൾ ആസെറ്റ് പാക്കേജ് അത് നോർമലി ഓൾറെഡി ഉള്ളതാണ്, ഞാൻ ഉണ്ടാക്കിയതൊന്നല്ല. ഓൾറെഡി എല്ലാ യൂണിറ്റി പ്രൊജക്റ്റിലും ഈ ഫോൾഡർ സ്ട്രക്ചറിൽ ഈ 2 ഫോൾഡർ ഉണ്ടാവും. അതിൽ ആസെറ്റിൽ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞ ഫോൾഡർ ഉണ്ട്. അത് അണ്ടർസ്കോർ വെച്ചിട്ടാണ് ഇട്ടേക്കണത്. അങ്ങനെ അണ്ടർസ്കോർ വെച്ചിടാൻ കാരണം അത് ഏറ്റവും മുകളിൽ വന്നിരിക്കാനാണ്. അല്ലെങ്കിൽ ആർട്ട് അങ്ങനത്തെ ഏല് തുടങ്ങുന്ന സാധനങ്ങളായിരിക്കും മുകളിൽ. പക്ഷേ സ്ക്രിപ്റ്റ് ആദ്യം വരാൻ വേണ്ടിയാണ് ഞാൻ അണ്ടർസ്കോർ ഇട്ടത്. സ്ക്രിപ്റ്റിൽ ഈ പലതരം ഫോൾഡർ ഉണ്ട്. ഇപ്പോൾ ഏതെങ്കിലും നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്യുക. ഇപ്പോൾ ഇതിലിപ്പോൾ ഒരു വാഷിംഗ് മെഷീൻ എന്ന് പറഞ്ഞൊരു ഗെയിം ഒബ്ജക്റ്റ് ഉണ്ട്, അതിൻ്റെ സ്ക്രിപ്റ്റൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ വാഷിംഗ് മെഷീൻ എന്നും പറഞ്ഞൊരു ഫോൾഡർ ഉണ്ടാക്കും. എന്നിട്ട് അതിനുള്ളിലായിരിക്കും സ്ക്രിപ്റ്റുകൾ ഇടുക. അല്ലാണ്ട് ഒരിക്കലും സ്ക്രിപ്റ്റിൽ ഡയറക്റ്റ് ആയിട്ട് സ്ക്രിപ്റ്റ് ഇടില്ല. ഇതിൽ സ്റ്റാറ്റിക് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതായത് സ്റ്റാറ്റിക് ആയിട്ടുള്ള സ്ക്രിപ്റ്റുകളൊക്കെ ഇടാനുള്ള ലൊക്കേഷനാണിത്. ഈ സ്റ്റാറ്റിക്കിൽ ഓൾറെഡി കറൻസി എന്ന് പറഞ്ഞൊരു സ്ക്രിപ്റ്റ് ഉണ്ട്. അത് മിക്ക ഗെയിമിലും ഞാൻ നോർമലി വർക്ക് ചെയ്യുന്ന ആൻഡ്രോയിഡ് ഗെയിമിലൊക്കെ ഒരു കറൻസി സിസ്റ്റം ഉണ്ടാവാറുണ്ട്. അത് കാരണം കൊടുത്തതാണ്. അതായത് കറൻസി സിസ്റ്റം, ഒരു കാശ് അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ എല്ലാം വാങ്ങുമ്പോൾ ഒക്കെ ഈ കാശുണ്ടോ എന്ന് ഒരുപാട് കുറച്ച് ഫങ്ഷനാലിറ്റീസ് ഉണ്ട് കാശ് ചെക്ക് ചെയ്യാൻ അങ്ങനെയൊക്കെ. അതുപോലെ തന്നെ ഒരു സേവ് ലോഡ് സിസ്റ്റം ഉണ്ട്. ഇതിൽ 2 ഫംഗ്ഷൻ ഉണ്ട്. ഇത് സിംഗിൾ ജെയ്സൺ എന്ന് പറഞ്ഞ സംഭവം യൂസ് ചെയ്തിട്ടാണ് ഈ സേവ് സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. അതിനാദ്യം തന്നെ സേവ് ഡാറ്റ എന്ന് പറഞ്ഞൊരു ക്ലാസ് ഉണ്ട്. അത് ഈ സിസ്റ്റം വെച്ചിട്ട് സേവും ലോഡും ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ചീറ്റ് കോഡ്, അത് നമ്മളിവിടെ കണ്ടിരുന്നു. ഈ ചീറ്റ് കോഡ് എന്ന് പറഞ്ഞ സെക്ഷനിൽ യൂസ് ചെയ്യുന്ന സ്ക്രിപ്റ്റ്. പിന്നെ എഡിറ്റർ സ്ക്രിപ്റ്റ്, ഇത് ടാർഡോ എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനലിൽ നിന്ന് കിട്ടിയാണ്. ടാർഡോ അതിൽ ഓട്ടോമാറ്റിക്കലി സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സ്ക്രിപ്റ്റാണ്. അത് നമ്മൾ ജസ്റ്റ് ഇതിൽ എഡിറ്റർ എന്ന് പറഞ്ഞ ഫോൾഡറിലാണെങ്കിൽ ഒരു ടൈമും കൊടുക്കുകയാണെങ്കിൽ ഓട്ടോ സേവ് നടന്നോളും. അത് നിങ്ങൾക്കും സിമ്പിളായിട്ട് ഡൗൺലോഡ് ചെയ്യാം. ആളുടെ യൂട്യൂബ് ചാനലിൽ പോയ ആളിത് കൊടുത്തിട്ടുണ്ട്. വലിയ സിമ്പിൾ സ്ക്രിപ്റ്റാണ്, പ്രത്യേകിച്ചൊന്നുമില്ല. പേരൊന്നും മാറ്റിയിട്ടില്ല, അതേ പേരിൽ തന്നെ ഇട്ടു. വേറെ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ലാത്ത കാരണം. പിന്നെ എക്സ്റ്റൻഷൻ എന്ന് വെച്ചാൽ എക്സ്റ്റൻഷൻ ഫങ്ഷൻസും ഹെൽപ്പർ ഫങ്ഷൻസും. എക്സ്റ്റൻഷൻ ഫങ്ഷൻ എന്ന് വെച്ചാൽ ഇവിടെ ഓൾറെഡി ഉള്ള ചില കാര്യങ്ങൾ, ചില ക്ലാസ്സുകളെ അതിൻ്റെ മെയിൻ ക്ലാസ് എഡിറ്റ് ചെയ്യാണ്ട് തന്നെ അതിലത്തെ ചില എക്സ്റ്റൻഷൻ പോലെ ഉണ്ടാക്കാൻ പറ്റുന്ന സാധനങ്ങളാണ്. അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ഹെൽപ്പർ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ എന്താ പറയുക, ഇപ്പോൾ കോമൺലി യൂസ് ചെയ്യുന്ന കുറച്ച് ഫങ്ഷൻസൊക്കെ നമുക്ക് ഹെൽപ്പറിൽ ഇട്ടാൽ അത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇത് രണ്ടും ഇപ്പം എംപ്റ്റിയാണ്. എനിക്കിപ്പോൾ ഞാൻ കോമൺലി യൂസ് ചെയ്യാൻ ഒരു എക്സ്റ്റൻഷനോ ഹെൽപ്പറോ ഒന്നും എനിക്കിപ്പോൾ ഇല്ല. അങ്ങനെ വല്ലതും കിട്ടുകയാണെങ്കിൽ ഞാൻ ഇടും. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ടെംപ്ലേറ്റ് ഇങ്ങനെ ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കും. എൻ്റെ യൂസ് കേസിനനുസരിച്ച് ഞാൻ ഇതിനെ മാറ്റിക്കൊണ്ടേയിരിക്കും. പിന്നെ അടുത്ത ഫോൾഡർ വരുന്നത് ഇൻപുട്ടാണ്. അതും നമ്മൾ ഇവിടെ യൂസ് ചെയ്തിരുന്ന ഈ ഇൻപുട്ടാണ്. നമ്മൾ വല്ലതും എന്താ പറയുക, എന്തെങ്കിലുമൊക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയുള്ള ഇൻപുട്ട് സിസ്റ്റമാണ്. പിന്നെ ഇൻ്റർഫേസസ്, ഈ ഫോൾഡർ എംപ്റ്റി ആണ്. ഇൻ്റർഫേസസുകൾ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇൻ്റർഫേസ് എന്ന് വെച്ചാൽ മോണോ ബിഹേവിയറിനല്ല, ഇത് എല്ലാവരും എന്താ പറയുക
അതിൻ്റെ എക്സ്റ്റൻഷനായിട്ടല്ല വർക്ക് ചെയ്യുക. പ്രകാരം ഇൻ്റർഫേസ് എന്ന് പറഞ്ഞ സംഭവം എങ്ങനെയാ പറയാമെന്ന് എനിക്കറിയില്ല. ഇതിന് പ്രത്യേകിച്ച് ലോജിക്കുകളൊന്നും ഇതിലുണ്ടാവില്ല. ഇതൊരു തരം എന്താ പറയുക, ഒരു കോൺട്രാക്റ്റ് പോലെയാണ്. ഇപ്പോൾ നമുക്ക് ഇൻ്റർഫേസിൽ ഞാൻ പറയാണ് ഡാമേജബിൾ എന്ന് പറഞ്ഞൊരു ഇൻ്റർഫേസ് ഞാൻ ഉണ്ടാക്കുകയാണെങ്കിൽ അതിൽ ഞാൻ ഒരു ഫംഗ്ഷൻ്റെ പേര് കൊടുക്കുകയാണ്. എന്നിട്ട് ഈ ഡാമേജിനെ ആരൊക്കെ യൂസ് ചെയ്യുന്നു അവരൊക്കെ അതേ ഫങ്ഷൻസ് യൂസ് ചെയ്യണമെന്നുള്ള ഒരു കോൺട്രാക്റ്റാണത്. അത് ഞാൻ കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ്. ഒരു പ്രാവശ്യം യൂസ് ചെയ്യുകയാണെങ്കിൽ എന്താ പറയുക, ഒരുപാട് എളുപ്പമാവും നമ്മുടെ കോഡിങ്ങൊക്കെ. പ്രത്യേകിച്ച് ആക്ഷൻ ഗെയിം, ഷൂട്ടിംഗ് ഗെയിമിലൊക്കെ തന്നെ. ഇപ്പോൾ നമ്മൾ ഒരു ഹ്യൂമണെ ഷൂട്ട് ചെയ്യുന്നത് പോലെയല്ല ഒരു ബോട്ടിൽ ഷൂട്ട് ചെയ്യുന്നത്. എന്നാൽ അതിൽ രണ്ടിലും സംഭവിക്കുന്ന സംഭവം ഒന്ന് തന്നെയാണ്. ഈ ഇൻ്റർഫേസ് യൂസ് ചെയ്തിട്ട് ഒരു ലൈൻ കോഡ് വെച്ചിട്ട് തന്നെ നമുക്ക് അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്യാൻ പറ്റും. പിന്നെ മാനേജർ എന്ന് പറഞ്ഞ ഇതിൽ ഓഡിയോ മാനേജർ, ക്യാമറ മാനേജർ, ഗെയിം സ്ട്രിങ്, റെഫറൻസ്, UI മാനേജർ, ഇതൊക്കെ നിങ്ങൾക്കറിയാം. ഈ ഗെയിം സ്ട്രിങ് എന്ന് വെച്ചാൽ ഇതൊരു സ്റ്റാറ്റിക് ഫംഗ്ഷൻ തന്നെയാണ്. ഞാൻ സ്റ്റാറ്റിക്കിൽ ഇട്ടില്ല, കാരണം ഇത് കുറച്ചും കൂടി മാനേജറിലാണ് നല്ലത്. ഇതെന്താണെന്ന് വെച്ചാൽ നമുക്ക് യൂണിറ്റിയിൽ കുറേ സ്ട്രിങ്ങുകളുണ്ട്. അതായത് നമുക്ക് ടാഗൊക്കെ ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് മാനുവലായിട്ട് അതിൻ്റെ ടാഗിൻ്റെ പേരൊക്കെ ടൈപ്പ് ചെയ്യണം. അതായത് പ്ലെയർ എന്ന് പറഞ്ഞ ടാഗ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് പ്ലെയർ എന്ന് സ്പെല്ല് ചെയ്യണം. അപ്പോൾ നമുക്ക് സ്പെല്ലിങ്ങിൽ വല്ല മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച റിസൾട്ട് കിട്ടില്ല. അത് കാരണം തന്നെ ഞാൻ കുറേ സ്റ്റാറ്റിക് വേരിയബിൾ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിലായിരിക്കും പേരുകൾ സേവ് ചെയ്യുക. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം. ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഈ വേരിയബിൾ നെയിം കോൾ ചെയ്താൽ മതി. വേരിയബിൾ നെയിം എനിക്ക് സ്പെല്ല് ചെയ്യേണ്ട ആവശ്യമില്ല. ഓട്ടോ കംപ്ലീഷൻ വെച്ചിട്ട് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒന്നും ഇല്ലാണ്ട് കിട്ടും. അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് ഒറിജിനൽ സ്ട്രിങ് വാല്യൂ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ അവിടെ സ്ക്രിപ്റ്റബിൾ ഒബ്ജക്റ്റുകളുണ്ട്. അതായത് സ്ക്രിപ്റ്റബിൾ ഒബ്ജക്റ്റ് എന്ന് വെച്ചാൽ ഒരു ഡാറ്റ കണ്ടെയ്നർ പോലെയാണ്. ഞാൻ അത്രയ്ക്കധികം ഇത് യൂസ് ചെയ്യാറൊന്നുമില്ല. എന്നാലും കുറച്ച് ലോക്കലായിട്ടുള്ള കുറച്ച് ഡാറ്റകളൊക്കെ സേവ് ചെയ്യാൻ വേണ്ടി നമുക്കിത് യൂസ് ചെയ്യാം. പിന്നെ സ്ക്രിപ്റ്റ് എന്നുള്ള ഫോൾഡർ കഴിഞ്ഞാൽ അടുത്തതായിട്ട് ആർട്ട് എന്നുള്ള ഫോൾഡറാണ് വരുന്നത്. അതിൽ 2D, 3D, ഓഡിയോ, സീൻ, URP എന്നൊക്കെ പറഞ്ഞു വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ 2Dയിൽ കുറച്ച് ബേസിക് ആയിട്ടുള്ള മെറ്റീരിയൽസ് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് കളറുകൾ മാത്രം, വേറെ ഒന്നും ഇതിലില്ല. അപ്പോൾ ഇതെന്തിനാന്ന് വെച്ചാൽ നമുക്ക് പ്രത്യേകിച്ച് പെട്ടെന്ന് തന്നെ പ്രോട്ടോടൈപ്പൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് ഗെയിം ഒബ്ജക്റ്റുകൾ ഉണ്ടെങ്കിൽ എല്ലാം വല്ല വൈറ്റ് കളറിലൊക്കെ ആയിരിക്കും. അപ്പോൾ അത് മനസ്സിലാക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ജസ്റ്റ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുന്ന കുറച്ച് ബേസിക് മെറ്റീരിയലാണ് ഇതിലുള്ളത്. പിന്നെ 3D empty ആണ്. നമുക്ക് യൂസ് ചെയ്യുന്നതിനനുസരിച്ച് ഓരോ 3D ഒബ്ജക്റ്റൊക്കെ ഗെയിമിന് യൂസ് ചെയ്യുമ്പോൾ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് ഇതിക്കാണ് ഇടുക. പിന്നെ ഓഡിയോ empty ആയിരിക്കും. ഒരു ഓഡിയോ മിക്സർ ഉണ്ട്. അത് ഗ്ലോബലായിട്ട് സൗണ്ട് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ മിക്സർ യൂസ് ചെയ്യുന്നത്. അടുത്തതായിട്ട് സീൻസ് എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. ഇപ്പോൾ സാമ്പിൾ സീൻ മാത്രമേ ഉള്ളൂ. വേറെ ഉള്ള സീനൊക്കെ വരാണെങ്കിൽ ഇതിലായിരിക്കും, ഈ ഫോൾഡറിലാണ് ഇടുക. പിന്നെ കുറച്ച് URP സെറ്റിങ്സ്, അതായത് നമ്മൾ URPയിലെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഗ്രാഫിക്സിൽ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുന്ന സാധനങ്ങളാണ്. പിന്നെ പ്ലഗിൻസ് എന്ന് പറഞ്ഞിട്ട് ഇതിൽ ഞാൻ ആകെ യൂസ് ചെയ്തിരിക്കുന്നത് എന്താ പറയുക, അതിൻ്റെ പേരെന്തായിരുന്നു, മറ്റേ മൂവ്മെൻറ്റിനൊക്കെ യൂസ് ചെയ്യുന്ന സാധനം, അതിൻ്റെ പേര് ഡൂ ടു ഇറ്റ്. വളരെ നൈസ് സാധനമാണ്. നമ്മൾ UI അനിമേഷനാണ് ഞാൻ മെയിനായിട്ട് ഇത് യൂസ് ചെയ്യാറ്. എന്നാലും വളരെ എൻ്റെ ജോലിയൊക്കെ വളരെ കുറച്ചിട്ടുണ്ട് ഈ സാധനം യൂസ് ചെയ്യുന്ന കാരണം. പിന്നെ അത് കൂടാണ്ട് സിനിമിഷീൻ്റെ ഒരു പാക്കേജ് ഉണ്ടിൽ, അത് ഈ വെർഷനിൽ ആക്ച്വലി ആദ്യം തന്നെ ഗെയിം എൻജിൻ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ കൂടെ വന്നത് കാരണം എക്സ്ട്രാ ഇൻസ്റ്റാൾ ചെയ്യേണ്ട വന്നിട്ടില്ല. പിന്നെ പ്രീഫാബ്സ്, നമ്മൾ ഗെയിം ഉണ്ടാക്കുമ്പോൾ വല്ല പ്രീഫാബ്സൊക്കെ വരാണെങ്കിൽ ഇതിലേക്കായിരിക്കും ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തിടാം. റിസോഴ്സ് എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഉണ്ട്. റിസോഴ്സ് ഫോൾഡർ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഫോൾഡറിലുള്ള സാധനങ്ങൾ നമുക്ക് പ്രത്യേകിച്ച് റെഫറൻസ് ഒന്നും ഇല്ലാണ്ട് ഡയറക്റ്റായിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ടെമ്പ് എന്നുള്ള ഫോൾഡർ, അത് ഇവിടെ കൊടുത്ത പോലെ തന്നെ ടെമ്പററി ആയിട്ട് വല്ല സാധനങ്ങളുണ്ടെങ്കിൽ അതിലിടാം. ഇതിലിടുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എപ്പോൾ വേണമെങ്കിലും ഡിലീറ്റ് ചെയ്ത് കളയാം, അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല എന്നാണ്. അപ്പോൾ ഇതാണ് എൻ്റെ പ്രൊജക്റ്റ് സ്ട്രക്ചർ. ഞാൻ കോമൺലി ഇത് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുക. ശരി, ഇതിലല്ല ഞാൻ ഗെയിം ഉണ്ടാക്കുന്നത്, ഇതിലാണ് തുടങ്ങുക. പിന്നെ ഓരോ ഗെയിമിനനുസരിച്ചും ഓരോന്ന് ആഡ് ചെയ്യും, അങ്ങനെ വരും. 99% ഈ സ്ട്രക്ചറിൽ തന്നെ എല്ലാം ഒതുങ്ങാറുണ്ട്. അപ്പോൾ എനിക്കൊരു പുതിയൊരു ഗെയിം ഒബ്ജക്റ്റ് വരാണെങ്കിൽ ഇവിടെ എക്സ്ട്രാ ഗെയിം ഒബ്ജക്റ്റ്, ഇതിൽ പെടാത്ത ഒരു മെയിൻ ഗെയിം ഒബ്ജക്റ്റ് വരാണെങ്കിൽ ഇതേപോലത്തെ ഒരു ലൈൻ ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്തിടും. എന്നിട്ട് അതിവിടെ ഇടും. അതിൽ വരുന്ന സ്ക്രിപ്റ്റുകളൊക്കെ ഇവിടെ ഒരു ഫോൾഡർ ഉണ്ടാക്കിയിടും. എന്തെങ്കിലും പ്രീഫാബ്സ് വേണമെങ്കിൽ ഇവിടെ ഇടും.
ഇതിലൊന്നും പെടാത്ത വല്ല സാധനം ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് മാറ്റിക്കൊണ്ട് പോകാം. ഇതുപോലെ തന്നെ യൂസ് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ചില സമയങ്ങളിൽ ഞാൻ ഈ ഗെയിമിൻ്റെ ഇത് ഇവിടെ ഇടും. കാരണം എന്താ പറയുക, സീനിൽ എഡിറ്റ് ചെയ്യലും അതേ സമയത്ത് ഗെയിം ക്യാമറയിൽ കാണണം എന്നുള്ള വരുന്ന സമയങ്ങളിലൊക്കെ ഈ ടാബുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി യൂസ് ചെയ്യും. അതോരോ ഗെയിമിൻ്റെ ഒക്കെ റിക്വയർമെൻറ്റ് അനുസരിച്ച്. ഇത് ഫോണിൻ്റെ മൊബൈൽ ഗെയിം ഡെവലപ്മെൻറ്റിന് വേണ്ടിയാണ് ഈ ടൈപ്പിലുള്ള ഇതുകളൊക്കെ ചെയ്ത് വെച്ചേക്കണത്. അത് ഒരു വിൻഡോസ് ഗെയിം ആണെങ്കിൽ ഇതിനും കുറച്ച് മാറ്റങ്ങളുണ്ടാവും. എപ്പോഴും ഈ കോൺസോള് എനിക്ക് കറക്റ്റ് ഒരു വലിയ രീതിയിൽ വരണം. അതൊരു 1 ലൈനിലാണ് ഞാൻ ഇട്ടേച്ചേക്കണേ. 1 ലൈനിലാണ് കിടക്കുന്നത്. ഈ കോൺസോൾ വളരെ നിർബന്ധമാണ്. അതെപ്പോഴും അതിൻ്റെ കൂടെ ഒന്നും വെക്കാൻ എനിക്ക് വലിയ താല്പര്യമില്ല. പിന്നെ അനിമേറ്ററൊക്കെ വരികയാണെങ്കിൽ അത് ഇവിടെ തന്നെ ഈ ഭാഗത്തിടും. വലിയ ഓരോ സാധനങ്ങളൊക്കെ വരുമ്പോൾ ഇത് ഈ ഭാഗത്തായിട്ട് ഞാൻ അങ്ങനെ വെച്ച് പോകാറ്.